കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. എടത്തിരുത്തിയിൽ പള്ളിക്ക് മുകളിൽ മരം വീണു. കണ്ടച്ചങ്കടവ് ജലോത്സവത്തിന് അത്തന്നാളിൽ കൊടിയേറും. തണൽ താന്യം പഞ്ചായത്ത് ചാരിറ്റബിൾ സൊസൈറ്റി സൗജന്യ ഔഷധക്കഞ്ഞിയും രോഗികൾക്കുള്ള പുതപ്പ്, കഷായം എന്നിവയും വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. എടത്തിരുത്തി പല്ലയിൽ കനത്ത കാറ്റിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് മസ്ജിദിന് നാശനഷ്ടം. പല്ല ബദ്രിയ മസ്ജിദിന് മുകളിലാണ് മരക്കൊമ്പ് ഒടിഞ്ഞു വീണത്. ശനിയാഴ്ച പുലർച്ചെ 6 മണിയോടെയാണ് പ്രദേശത്ത് കനത്ത കാറ്റ് വീശിയത്. പള്ളിപ്പറമ്പിലെ മാവിന്റെ കൊമ്പാണ് മസ്ജിദിന്റെ മുകളിൽ വീണത്. ഷീറ്റ് മേഞ്ഞ ഭാഗമാണ് തകർന്നത്. കനത്ത കാറ്റിലും മഴയിലും തെങ്ങ് വീണ് പശുത്തൊഴുത്ത് തകർന്നു. ചെമ്മാപ്പള്ളി സെറാഫിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനടുത്ത് കാരയിൽ നാരായണന്റെ വീട്ടിലെ 10 പശുക്കളെ പാർപ്പിച്ച തൊഴുത്താണ് തകർന്നത്. 6 കറവ പശുക്കൾ സംഭവ സമയത്ത് തൊഴുത്തിലുണ്ടായിരുന്നു. തൊഴുത്തിന് കാര്യമായ നാശനഷ്ടം സംഭവിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുല്ലത്തൈകളും ജൈവവളവും വിതരണം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത പദ്ധതി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷയായി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ, വാർഡ് മെമ്പർമാരായ ഷൈജ കിഷോർ, ബിന്നി അറക്കൽ, കൃഷി ഓഫീസർ അഞ്ജന TR, കൃഷി അസിസ്റ്റന്റ് രമ്യ എന്നിവർ സംസാരിച്ചു. കൊണ്ടുവന്ന് കുത്തിച്ച് നെല്ലുണ്ടാക്കി ആൾക്കാരെ കൊണ്ടുവന്ന് വിളിച്ച് എത്ര അധ്വാനമുണ്ട്. ഇങ്ങനെ നമ്മൾ ഒളിച്ചോടാൻ കൃഷി പറയും. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നല്ല ആരോഗ്യമില്ലാണ്ട് പോയത്. ഞാൻ ഇവിടെ കൈവന്തിക്കാൻ പറഞ്ഞാൽ ഈ ഇരിക്കുന്നതിന് ഒരു മരുന്ന് കഴിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. ഞാനത് പരീക്ഷിക്കണം. പ്രഷറിൻ്റെ മരുന്ന് കഴിക്കാൻ സത്യസന്ധമായിട്ട് കഴിക്കാൻ പറഞ്ഞാൽ കൈവന്തിക്കും പറയും. ഷുഗറിൻ്റെ മരുന്ന് ഇനി കുറച്ചുകൂടി കടന്നു പോയി കഴിഞ്ഞാൽ ക്യാൻസർ ഉൾപ്പെടെ രോഗങ്ങൾ. എന്താ കാരണം ഈ മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. വാടാനപ്പള്ളി ബീച്ചിൽ കടൽക്ഷോഭം രൂക്ഷം. കനത്ത മഴയിൽ വാടാനപ്പള്ളി ബീച്ചിൽ കടൽക്ഷോഭം രൂക്ഷമായിരിക്കുകയാണ്. നിരവധി വീടുകളിൽ വെള്ളം കയറിയ നിലയിലാണ്. നിരവധി തെങ്ങുകളും വൃക്ഷങ്ങളും കടപുഴകി വീണു. വീട് തകർന്ന് വെള്ളം കയറിയ വടക്കൻ കുഞ്ഞയ്യപ്പൻ കുട്ടിയെയും കുടുംബത്തെയും മാറ്റിപ്പാർപ്പിച്ചു. വില്ലേജ് ഓഫീസർ ഷിജു, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CM നിസാർ, നൌഫൽ, പൊതുപ്രവർത്തകർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വെള്ളക്കെട്ട് മൂലം ഭീഷണി നേരിടുന്നവരെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ചാവക്കാട് തഹസിൽദാരെയും വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി പറഞ്ഞു. തളിക്കുളം CDSൽ കർക്കിടക ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി സൗജന്യ ഔഷധക്കഞ്ഞി വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ മീന രമണൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ മനോഹരൻ, ബുഷറ അബ്ദുൽ നാസർ, ഷൈജ കിഷോർ, ബിന്നി അറക്കൽ, CDS മെമ്പർമാരായ മല്ലിക, അംബിക പ്രസന്നൻ, മിനി ഉദയകുമാർ, രേഖ, ശീലാവതി, കമ്മ്യൂണിറ്റി കൗൺസിലർ സുഗീഷ്മ, സുമിത സജു എന്നിവർ സംസാരിച്ചു. ഈ കർക്കിടക മാസത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വരുമാനം കുറവായതുകൊണ്ട് തന്നെ അന്ന് പഞ്ഞമാസം എന്ന് പറയുമെങ്കിലും ഇന്ന് അത് പഞ്ഞമാസമായിട്ടല്ല കണക്കാക്കുന്നത്. നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കാനും ശരീരത്തെ ശ്രദ്ധിക്കാനുമുള്ള ഏറ്റവും മികച്ച ഒരു അവസരമായിട്ടാണ് ഭക്തിയുടെ അല്ലെ നെറ്റിയിൽ കുറി തൊട്ട് മറ്റേ ഇത് എന്തെന്നതിന് പറയാം
അല്ല എന്തുകുറി? മുക്കുറ്റിയുടെ കുറി തൊട്ട് തലയിൽ മുക്കുറ്റിയുടെ അല്ല കടയടക്കം പറിച്ചു വെച്ചെന്ന് തന്നെ പറയാം. അല്ല ആ രീതിയിൽ വിശ്വാസികൾ രാമായണ മാസത്തിലെ അമ്പലത്തിൽ പോയിരുന്നു കൊണ്ട് തന്നെ ആ രീതിയിൽ ഭക്തിയുടെ മാർഗം സ്വീകരിക്കുന്ന ഒരു മാസം കൂടിയാണിത്. ഇതെല്ലാം ഉൾക്കൊള്ളുമ്പോഴും നമ്മുടെ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ ഉഴിച്ചിൽ പോലെയുള്ള ശരീരത്തിന്റെ നീർക്കെട്ടുകളെയും ശരീരത്തിലെ ബുദ്ധിമുട്ടുകളെയും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള കണ്ടശങ്കടവ് ജലോത്സവത്തിന് അത്തനാളിൽ കൊടിയേറും. സെപ്റ്റംബർ 6 ജലോത്സവം നടത്തും. കണ്ടശങ്കടവ് ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം മണലൂർ MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, രാകേഷ് കണിയാമ്പറമ്പിൽ, ചാവക്കാട് തഹസിൽദാർ കിഷോർ, ജലവാഹിനി ബോട്ട് ക്ലബ്ബ് പ്രതിനിധി കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൺവീനർ ജില്ലാ പഞ്ചായത്ത് അംഗം BN സുർജിത്ത്, ട്രഷറർ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് എന്നിവരെ തെരഞ്ഞെടുത്തു. കുറവ് സംഭവിക്കുന്നത് എല്ലാ പഞ്ചായത്തുകളും ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് കിട്ടും. എല്ലാ പ്രദേശത്തുണ്ട് ഈ പറയുന്ന ഉത്സവങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തേക്ക് നിരവധി ഈ വള്ളംകളി മത്സരങ്ങൾ ഈ തിരുവോണത്തിൻ്റെ അന്നുണ്ട്, രണ്ടോണത്തിനുണ്ട്, അതിനപ്പുറത്തുണ്ട്, നാലോണം വരെ ഉത്സവമുണ്ട്. നാലോണം കൂടെ ഓണത്തിൻ്റെ അവസാനമാണ് നമ്മുടെ ജില്ലയെ സംബന്ധിച്ച്. പുലിക്കളി കഴിഞ്ഞോടുകൂടി ഓണത്തിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് നമ്മൾ നീങ്ങുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഓണം സുഭിക്ഷമാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തവണ നമുക്ക് ഇത് കഴിഞ്ഞ തവണ നമ്മൾ കൊടുത്ത സംഖ്യ പ്രകാരം നമ്മൾ കൊടുത്തതിന് കുറച്ചാണ് സർക്കാർ ഇത് അനുവദിച്ചു വരുന്നത്. ഇത്തവണ നമ്മൾ എങ്ങനെ കൊടുക്കണം എന്നുള്ള ഒന്നുകൂടി ആലോചിച്ചുകൊണ്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആ നിലയിൽ സർക്കാരിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നമുക്ക് ലഭിക്കേണ്ട തുക നമുക്ക് എടുക്കാൻ നമുക്ക് കഴിയും. അതിനുള്ള സാങ്ഷൻ സർക്കാർ കൊടുക്കുന്നുണ്ട്. അതായത് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകണം. ശരി, തയ്യാറാകാത്തതിൻ്റെ ഉറപ്പാണ്. പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. ഒരു ഭരണസമിതി വേണ്ടാതിന് വായിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നതല്ല. അങ്ങനെ ചെയ്യാതെ എല്ലാവരും ഒന്ന് സഹകരിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ സാമ്പത്തികമായി പ്രയാസം കൂടാതെ തന്നെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ സത്യസുന്ദരമായ കാലഘട്ടത്തിൻ്റെ ഓർമ്മ കൊണ്ടുവരുന്ന മാവേലിയപ്പനെ വരവേൽക്കുന്ന ഈ ഓണാഘോഷം അതിഗംഭീരമാക്കി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് നമുക്ക് എടുക്കാതെ. ഞാൻ എന്നോട് പഞ്ചായത്ത് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ പരിമിതമായി സംസാരിക്കുമ്പോൾ അധിക പ്രസംഗമൊന്നുമില്ല. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കാഞ്ഞാണി വാലപ്പറമ്പിൽ ശ്രീ ഹനുമാൻ സേവ മഠപതി ക്ഷേത്രത്തിൽ കർക്കിടകം 7 നാൾ ആചരിച്ചു. ഗണപതി ഹോമം, സമ്പൂർണ്ണ രാമായണ പാരായണം, അഖണ്ഡ നാമജപം, നിർമ്മാല, ചുറ്റുവിളക്ക്, അന്നദാനം എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം പൂജാരി KV ഉണ്ണിമോൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് പ്രവർത്തകരായ ജ്യോതി ടീച്ചർ, രാജേഷ് രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ഭജനയും ഉണ്ടായിരുന്നു. കർക്കിടക മാസം എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം സെക്രട്ടറി VB സുജിത്ത് അറിയിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി.
വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ കായികോത്സവം നടത്തി. ഡീക്കൻ സന്തോഷ് ഗോഗർലെ ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാർച്ച് പാസ്റ്റിന്റെ അകമ്പടിയോടെ കായിക മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചു. മിനി കിഡ്ഡീസ്, സബ് ജൂനിയർ എന്നീ വിഭാഗങ്ങളിലായി ഓട്ടം, ചാട്ടം എന്നിങ്ങനെ വിവിധ ഇനങ്ങളിൽ വാശിയേറിയ മത്സരങ്ങൾ നടത്തി. 1ഉം 2ഉം സ്ഥാനങ്ങൾക്ക് അർഹരായവരെ മനോജ് മാസ്റ്ററും PTA പ്രസിഡന്റും CS സുനിൽകുമാറും ചേർന്ന് സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു. 1ാം സ്ഥാനം യെല്ലോ ഗ്രൂപ്പിനും 2ാം സ്ഥാനം ഓറഞ്ച് ഗ്രൂപ്പിനും 3ാം സ്ഥാനം ഗ്രീൻ ഗ്രൂപ്പിനും ലഭിച്ചു. ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ്, ഫസ്റ്റ് അസിസ്റ്റന്റ് ജോളി T. തോമസ്, കൺവീനർ വിൻസി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ വിദ്യാലയത്തിൽ ഇന്ന് സ്പോർട്സ് ഡേ നടക്കുകയാണ്. ഒളിമ്പിക്സിന് മുദ്രാവാക്യമായ കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ദൂരത്തിൽ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിദ്യാലയത്തിലും ഇന്ന് വിദ്യാർത്ഥികൾ മത്സരിക്കുകയാണ്. ഈ വർഷത്തെ സ്പോർട്സ് മത്സരങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നന്നായി പ്രശോഭിക്കാനായിട്ട് കഴിയും. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ആശംസകളും നേരുന്നു. കാതിക്കോട് അൽ അക്സ പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ PM അഹമ്മദ് സുഹൈൽ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ സയൻസ് സെന്റർ ഡയറക്ടറും ശാസ്ത്രജ്ഞനുമായ VS ശ്രീജിത്ത് മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പാൾ നൂഹ്മാൻ, സ്റ്റാഫ് സെക്രട്ടറി CA ഷാനിബ, അക്കാദമിക് കോർഡിനേറ്റർ VK മുജീബ് റഹ്മാൻ, കാതിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി EK ഷംസുദ്ദീൻ, സ്റ്റാഫ് പ്രതിനിധികളായ KM അസീസ്, PM സജ്ജന എന്നിവർ സംസാരിച്ചു. 10ാം ക്ലാസ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ ഫാത്തിമ ഫസ്മിൻ, PN ഷഹസാദ്, CY ഇഹ്സാൻ എന്നിവരെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. അഭിമാനാർഹമായ നേട്ടം കൈവരിച്ച മറ്റു വിദ്യാർത്ഥികളെയും മജ്ലിസ് ഹിക്മ പബ്ലിക് പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. കോഴ്സിനെ പറ്റി അറിവില്ലെന്നല്ല, കോഴ്സ് പോലും പറയാൻ പറ്റാത്ത വിശാലമായി കുട്ടികൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി ഇത് പഠിക്കാൻ തയ്യാറായ വിദ്യാർത്ഥികൾ ഒക്കെ സൃഷ്ടിക്കപ്പെടുകയാണ്. നമ്മൾ പറയും വിജ്ഞാന അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ എന്നാണ്. വിജ്ഞാനം നേടുക, സമ്പത്ത് നേടുക. വിജ്ഞാനം ഉണ്ടാവുന്നതോടൊപ്പം തന്നെ അറിവ് നേടുന്നതോടൊപ്പം തൊഴിലുണ്ടാവുക, തൊഴിലോടൊപ്പം സമ്പത്ത് നേടുക എന്ന പുതിയ ഈ ലോകക്രമത്തിലേക്ക് പോവുകയാണ്. ആ ക്രമത്തിലേക്ക് ഏറ്റവും നന്നായി എടുക്കാൻ എനിക്കറിയാം. ഈ സ്കൂൾ പഠനത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അതിന് കോകരിക്കുലർ ആക്ടിവിറ്റീസിലും അതുപോലെ ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഒരു നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിലും ഒക്കെ നല്ല പങ്കുവഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലെ മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെരിഞ്ഞനം യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും നൽകി. പെരിഞ്ഞനം NSS ഹാളിൽ നടന്ന കൺവെൻഷൻ KSSPU മതിലകം ബ്ലോക്ക് സെക്രട്ടറി KU സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് P. വിജയകുമാർ അധ്യക്ഷനായി. സെക്രട്ടറി KK രാമകൃഷ്ണൻ, A. പവിഴം, ബീന, ഗിരിജ, C. ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആ സമരങ്ങൾ നടത്തുന്നതൊക്കെ തന്നെ ഒരു സ്തംഭിപ്പിക്കുന്ന സമരം നമുക്ക് നടത്താൻ പറ്റില്ല. പെൻഷൻകാർക്ക് ഒരു ഗവൺമെന്റിനെ ഏത് ഭരണാധികാരിയെയും സ്തംഭിപ്പിക്കുന്ന ഒരു സമരം ആയിട്ട് നമുക്ക് നടത്താൻ പറ്റില്ല. കാരണം നമ്മളെ സമരം അവർ സ്തംഭിപ്പിക്കും. നിരവധി സർവീസ് സംഘടനകൾ സമരം ചെയ്യുകയാണെങ്കിൽ, നിലവിലുള്ള സർവീസ് സംഘടനകൾ സമരം ചെയ്യുന്നെങ്കിൽ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ച് നമ്മൾ നടത്തുന്ന പ്രക്ഷോഭ പരിപാടികൾ ഒരിക്കലും നിർത്താൻ പറ്റില്ല. കാരണം കരയുന്ന കുഞ്ഞിനെ പാലുള്ള എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. തണൽ താന്യം പഞ്ചായത്ത് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും തൃശൂർ തൈക്കാട്ടുമൂസ് SNA ഔഷധശാലയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ ഔഷധക്കഞ്ഞി വിതരണവും പാവപ്പെട്ട രോഗികൾക്കുള്ള പുതപ്പ്, കഷായം എന്നിവയുടെ വിതരണവും നടത്തി. അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഭദ്രദീപം കൊളുത്തി. കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ മരം എനിക്ക് എന്നും ഭക്ഷണം നൽകിയിട്ടുണ്ട്. ഈ മരം എന്ന് എനിക്ക് തണൽ തന്നിട്ടുണ്ട്. എൻ്റെ കുടുംബത്തെ രക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടുകാരെ മഴയിൽ നിന്നും കാറ്റിൽ നിന്നും ഒക്കെ തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്തിന് ഈ മരത്തിനെ വിട്ടു പോകണം എന്ന് ചോദിക്കുന്നുണ്ട്. ജോയിച്ചേട്ടന് നിങ്ങളെപ്പോലെയുള്ളവർ ഇല്ലാണ്ടിരിക്കുന്ന ഒരു സമയം തന്നെ ആലോചിക്കാൻ കഴിയാത്തൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കിളിയോട് ചോദിച്ച ചോദ്യം തന്നെയാണ് എനിക്ക് ജോയിച്ചേട്ടനോടും ചോദിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ കിളി ചോദിച്ച സന്ദർഭത്തിൽ ഈ മഴ നിൽക്കുകയാണ്, മഴ പെയ്യുകയാണ്, ഈ തീ അണയുകയാണ്. അതാണ് സത്യം. ശരിക്കും ഒരു മനുഷ്യൻ ഒരു തണൽ
എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൻ്റെ ഭാഗമായി ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. തണൽ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് CL ജോയ് അധ്യക്ഷനായി. ചടങ്ങിൽ സൗജന്യ ഔഷധക്കഞ്ഞി വിതരണവും പാവപ്പെട്ട രോഗികൾക്കുള്ള പുതപ്പ്, കഷായം എന്നിവയും വിതരണം ചെയ്തു. താനിം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, മുൻ PSC മെമ്പർ അഡ്വക്കേറ്റ് രഘു കെ മാരാത്ത്, SNA മാനേജർ സർജു ബാലകൃഷ്ണൻ, ശ്രീവത്സം കാറ്ററിംഗ് തൃപ്പയാർ MD MG ശ്രീവത്സൻ, തണൽ രക്ഷാധികാരി ധർമ്മരാജൻ പൊറ്റേക്കാട്ട്, വാർഡ് മെമ്പർ സിജോ പുലിക്കോട്ടിൽ, PM ഹബീബുള്ള, ജനറൽ സെക്രട്ടറി VG മോഹനൻ, ജോയിന്റ് സെക്രട്ടറി ഖദീജ കുഞ്ഞുമുഹമ്മദ്, എക്സിക്യൂട്ടീവ് മെമ്പർ ഷീബ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഇതിന് പല ഘടകങ്ങളുണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഔഷധക്കഞ്ഞിയുടെ കാര്യത്തിൽ ഔഷധക്കഞ്ഞി തയ്യാറാക്കി കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ കൂട്ടുകളും അനുസരിച്ച് അത് തയ്യാറാക്കി കൊണ്ടെത്തിക്കേണ്ട ചുമതലകളുണ്ട്. കൃത്യമായിട്ടത് ആ ദിവസങ്ങളിൽ അത് വേണ്ടപ്പെട്ടവർക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു ശക്തമായിട്ടുള്ളൊരു പ്രവർത്തനവും നല്ലൊരു തുറന്ന മനസ്സും ആവശ്യമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് CL ജോയി എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരും ഇവിടെ ചെയ്യുന്നത്. ഇനിയൊരു ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. 1.5 വർഷമായി സ്ഥലത്തില്ലാത്ത വാടാനപ്പള്ളി 7ാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗത്തെ അയോഗ്യനാക്കാൻ വേണ്ട നടപടികൾ എടുക്കണമെന്ന് BJP വാടാനപ്പള്ളി പഞ്ചായത്ത് യോഗം ആവശ്യപ്പെട്ടു. വാർഡിലെ ജനങ്ങൾക്ക് ഒരു കാര്യങ്ങൾക്കും സമീപിക്കാനാകാത്ത അംഗത്തിന് CPM സംരക്ഷണം ഒരുക്കുകയാണ്. അതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗങ്ങളിലോ ഗ്രാമസഭകളിലോ പ്രദേശത്തെ ജനക്ഷേമ പ്രവർത്തനങ്ങളിലും ഇടപെടാത്ത ആളെ ഇന്നും ഗ്രാമപഞ്ചായത്ത് അംഗമായി നിലനിർത്തി ഇരിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. അയോഗ്യനാക്കേണ്ട നടപടികളിലേക്ക് പഞ്ചായത്ത് അധികൃതർ കടന്നില്ലെങ്കിൽ നിയമപരമായ പോരാട്ടം നടത്തുവാൻ BJP പഞ്ചായത്ത് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു പ്രേംലാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BJP മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ്, മണ്ഡലം ട്രഷറർ ദിവിൻദാസ് P, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി IK മുകുന്ദൻ, KK സുരേഷ്, ഹിബിൻ ചാളിപ്പാട്ട്, രതീഷ് CD, നിശാഖ് NS എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്ഫുരൺ 2025 ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള നടന്നു. കിഴ്പ്പിളിക്കര GNHSS ഫിസിക്സ് അധ്യാപകനും സമഗ്ര ശിക്ഷ കേരള തൃശൂർ മെമ്പറും മുൻ DPOയുമായ PS ഷൈജു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ PS രാമചന്ദ്രൻ അധ്യക്ഷനായി. ചടങ്ങിൽ പ്രിൻസിപ്പാൾ ബിന്ദു C,
ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ, അക്കാദമിക് ഡയറക്ടർ TR വിജയം, സ്കൂൾ ക്ഷേമസമിതി പ്രസിഡന്റ് AV ശരൺ, മാതൃഭാരതി പ്രസിഡന്റ് തെന്നൽ ലിമിൻ, വിദ്യാലയത്തിലെ സയൻസ് എക്സിബിഷൻ കൺവീനർ VA ഷോണിമ എന്നിവർ സംസാരിച്ചു. 20-ലേറെ സ്റ്റാളുകളിലായി ഭാവിയിലെ ശാസ്ത്ര വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളുടെ മാറ്റുരയ്ക്കുന്ന മത്സരങ്ങൾ നടന്നു. പ്രവൃത്തി പരിചയമേളയിൽ വിദ്യാർത്ഥികൾ കരവിരുത് തെളിയിക്കുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. റോബോട്ടിക്സ് മേഖല വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്ന ക്ലാസ് ഇതിന്റെ ഭാഗമായി നടന്നു. ഇവിടുന്ന് പഠിക്കുന്ന കുട്ടികൾ വളരെ ഡിസിപ്ലിനുള്ള കുട്ടികളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഡിസിപ്ലിനുള്ള കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുന്ന വിദ്യാലയമാണെന്നുള്ളത് പുറത്തു നിന്ന് ഞാൻ നോക്കിക്കാണുന്നുണ്ടായി. ഇതിലെ ചില കുട്ടികളുടെ ഉദാഹരണം പറയാം. ഇന്നലെ ഞാൻ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയിരുന്നു. അവിടെ പോയ സമയത്ത് അവിടെ നോട്ടീസ് ഉണ്ടായിരുന്നു. ആ നോട്ടീസ് ഞാൻ വായിച്ചപ്പോൾ ഇവിടുന്ന് പഠിച്ച 3 കുട്ടികളുടെ ഫോട്ടോസ് എനിക്ക് നോട്ടീസിലുണ്ട്. പ്രിൻസിപ്പളുടെ ടേബിളിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. അതിലൊന്ന് അനഘ, ജഗത്ത്, സിഹരി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പയാറിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വാർ റൂം പ്രവർത്തനം ആരംഭിച്ചു. KPCC മുൻ മെമ്പറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശിവൻ കണ്ണോളി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിൽ വളരെ മോശമായ ഒരു ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കൊടുകാര്യസ്ഥിതിയും അഴിമതിയും നിറഞ്ഞൊരു ഭരണം ആണിപ്പോൾ നടക്കുന്നത്. പക്ഷേ ആ കെടുകാര്യസ്ഥിതിയും അഴിമതിയും നിറഞ്ഞു നിൽക്കുമ്പോൾ അതുപോലുള്ളൊരു ഭരണമാണ് ഇന്ന് നാട്ടിക ഗ്രാമപഞ്ചായത്തിലും അദ്ദേഹത്തിൻ്റെ അനുയായികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന ഈ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അവർക്ക് കൂടിയുള്ള ഒരു മറുപടി എന്നോണം ഈ പഞ്ചായത്ത് UDF കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം ഇവിടെ പിടിച്ചെടുക്കേണ്ടതുണ്ട്. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, VR വിജയൻ, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, CS മണികണ്ഠൻ, PC മണികണ്ഠൻ, KV സുകുമാരൻ എന്നിവർ സംസാരിച്ചു. പ്രവർത്തനത്തിന് ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിന് നമ്മൾ തയ്യാറാവുകയാണ്, നമ്മൾ ഒരുങ്ങുകയാണ്. സർവ്വസന്നാഹവും ഒരുക്കി, അരയും തലയും മുറുക്കി സജീവമാണ്, സർവസജ്ജമാണ് നമ്മളെന്ന് തെളിയിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രീയ എതിരാളികളെ നിലം തൊടിക്കാത്ത, രാഷ്ട്രീയ എതിരാളികളെ നിലംപരിശാക്കുന്ന ഊർജ്ജസ്വലമായ, ഉജ്ജ്വലമായ, ഊഷ്മളമായ ചരിത്ര വിജയമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ചിറങ്ങാം, ഒന്നിച്ചിറങ്ങാം. കാഞ്ഞാണി ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസോറി ആൻഡ് പ്രീ പ്രൈമറി TTCയിൽ മെറിറ്റ് ഡേയും ഗ്രാജുവേഷൻ ഡേയും ആഘോഷിച്ചു. കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് BSS ജില്ലാ പ്രോഗ്രാം ഓഫീസറായ ബാലൻ മച്ചാത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ആ കുട്ടികളോട്, വീട്ടിലെ കുട്ടികളോട്, പരിസരത്തുള്ള കുട്ടികളോട്, ആ കുട്ടികളുടെ കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷമുണ്ടാകും. നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന സമയത്തുള്ള മാനസികാവസ്ഥയാണ് നമ്മൾ കുട്ടികളെ കാണുമ്പോൾ. ആരെങ്കിലും ഒരാൾ മറുപടി പറയും, ഞാൻ മറുപടി അല്ല. ഇതുപോലെ ഒട്ടനവധി സ്ഥാപനങ്ങളിൽ ഞാൻ സാക്ഷ്യം ചെയ്യുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ടീച്ചർ പ്രാക്ടീസിന് വേണ്ടിയിട്ട് പല സ്കൂളുകളിലും 20 ദിവസം അതിന് പോയിട്ടില്ല. ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടില്ല. 20 ദിവസം, 1 മാസം, 40 ദിവസമൊക്കെ പോയി വർക്ക് ചെയ്തവരുണ്ട്. നിങ്ങൾ ആ കുട്ടികളെ ഇന്ന് കാണുമ്പോൾ നിങ്ങൾ ആ കുട്ടികളെ എന്താ വിളിക്കുക? ടീച്ചർ എന്ന് വിളിക്കുക. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഞാനൊരു ടീച്ചറായോ എന്നൊരു തോന്നലുണ്ടാക്കിയിട്ടുണ്ട്, അല്ലേ? നിങ്ങൾ ആ ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞ് കുട്ടികളോട് ഇത് യാത്ര പറഞ്ഞു വരുന്നവർ അറിയാതെ വരുന്നവർ കുറവാണ്, അല്ലേ?
ആ കുട്ടികളെ എങ്ങനെയാണ് ആദ്യം നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവിടുത്തെ നിലവിലുള്ള ടീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ സെക്രട്ടറിയും കേരള സ്റ്റേറ്റ് മൈനോറിറ്റി സെൽ ട്രെയിനറുമായ TM താലിസ് മുഖ്യാതിഥിയായി. ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പാൾ PK രേഖ അധ്യക്ഷയായി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, അധ്യാപികമാരായ കാവ്യ KP, വിവിധ ഗിരീഷ്, ഉണ്ണിമായ കണ്ണൻ, വിദ്യാർത്ഥിനികളായ റെജി ശങ്കർ, അശ്വിനി KS എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റിയും നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറവും നടത്തിവരുന്ന കിടപ്പ് രോഗികൾക്ക് കൈത്താങ്ങ് പദ്ധതിയിലേക്ക് ഉപകരണങ്ങൾ കൈമാറി. സാമൂഹ്യ പ്രവർത്തകയും കേരള സോഷ്യൽ ജസ്റ്റിസ് റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടറുമായ ശ്രീദേവി കരുണാകരനാണ് രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകിയത്. ഭാരവാഹികളായ ആൻഡോ തൊറയൻ, രാമൻ നമ്പൂതിരി, പ്രമോദ് കണിമംഗലത്ത് എന്നിവർ ഏറ്റുവാങ്ങി. കിടപ്പ് രോഗികൾക്കും മറ്റ് രോഗികൾക്കും ആവശ്യമായ കട്ടിൽ, വാക്കിംഗ് സ്റ്റിക്ക്, വീൽചെയർ, വാട്ടർ ബെഡ്, എയർ ബെഡ്, വാക്കർ എന്നിവയാണ് നൽകിയത്. ഉപയോഗം കഴിഞ്ഞാൽ തിരികെ വാങ്ങി മറ്റ് ആവശ്യക്കാർക്ക് നൽകുന്നതാണ് പദ്ധതി. ഒട്ടേറെ ആളുകളുടെ സഹായത്താലാണ് പദ്ധതി നടത്തുന്നത്. MB സജീവ്, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, പോൾ പുലിക്കോട്ടിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, സുബീഷ് തൈവളപ്പിൽ, ഹരിദാസ് ചെമ്മാപ്പള്ളി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൾച്ചറൽ സൊസൈറ്റി എന്നുള്ള പേരിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നത്. ഇപ്പോൾ ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുകയാണ്. കുറേ കൂടിയും എന്താ പറയുക, വിപുലമായ രീതിയിൽ അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സഹായകരമാണ് ട്രസ്റ്റ് രൂപീകരിച്ചത്. 3 വർഷമേ ആയിട്ടുള്ളവരുടെ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാലും ധാരാളം വികസിത പ്രവർത്തനങ്ങളായാലും സഹാനുഭൂതി, കാരുണ്യമുള്ള മനസ്സാണ് ഈ കൂട്ടായ്മ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. കാരുണ്യം, നമുക്ക് ഒരല്പം ആർദ്രത മനസ്സിൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് നമുക്ക് സമൂഹത്തിനോട് പറയേണ്ടത്. ആർദ്രതയുള്ള ഒരു മനസ്സിന് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. തൃപ്രയാർ NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ മത്സരം നടന്നു. കായിക അധ്യാപകൻ V ശശീധരന്റെ നേതൃത്വത്തിൽ നടന്ന മത്സരങ്ങൾ വിദ്യാർത്ഥികളിൽ ആവേശമുണർത്തി. കോളേജ് പ്രിൻസിപ്പാൾ NC അനീജ വിജയികൾക്ക് സമ്മാനദാനം നടത്തി. എത്രയും പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്ത് മൈക്ക് റിപ്പോർട്ട് ചെയ്തു. മികച്ച ഒരു ഗോൾ JCI ഇന്ത്യയുടെ സല്യൂട്ട് ദ സൈലന്റ് സ്റ്റാർ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി തൃപ്പയാർ KCB ഓഫീസിൽ നടന്ന ചടങ്ങിൽ KCB ഓവർസിയർ OV രാജേഷിനെ ആദരിച്ചു. സമൂഹത്തിന്റെ നന്മയ്ക്കായി നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന വ്യക്തികളെ ആദരിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ചടങ്ങിൽ JCI തൃപ്പയാർ പ്രസിഡന്റ് TS കൃഷ്ണ, സോൺ സെക്രട്ടറി സൂരജ് വേളയിൽ, സെക്രട്ടറി അഭിഷേക്, സോൺ ട്രെയിനർ മനോജ് കുന്നത്ത്, JCI സെനറ്റർ ധന്യ ഷൈൻ എന്നിവർ പങ്കെടുത്തു. ഇത്തരം അനുമോദനങ്ങൾ വ്യക്തികളുടെ സേവനത്തെ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാനും മറ്റുള്ളവർക്ക് ഒരു നല്ല മാതൃകയാവാനും സഹായകരമാകുമെന്ന് ചടങ്ങിന് നേതൃത്വം നൽകിയ പ്രോഗ്രാം ഡയറക്ടർ രാജി സൂരജ് അഭിപ്രായപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. എടത്തിരുത്തിയിൽ പള്ളിക്ക് മുകളിൽ മരം വീണു. കണ്ടച്ചങ്കടവ് ജലോത്സവത്തിന് അത്തന്നാളിൽ കൊടിയേറും.
തണൽ താന്യം പഞ്ചായത്ത് ചാരിറ്റബിൾ സൊസൈറ്റി സൗജന്യ ഔഷധക്കഞ്ഞിയും രോഗികൾക്കുള്ള പുതപ്പ് കഷായം എന്നിവയും വിതരണം ചെയ്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.